ഞാൻ പൊഴിക്കര പാലത്തിന്റെ അവിടെ ഇരുന്നു എപ്പോഴും. പൊഴിക്കര പാലത്തിന്റെ അടിയില് അതൊന്ന് പ്രസവിച്ച് ഉപ്പില്ലെന്ന് പറഞ്ഞാൽ ഉപ്പ്. ഹലോ ഗൈസ്, എന്ത് കഥ, എന്താണ് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. അസ്രോ എന്റർടൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ എന്താ പറയാ, നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണം അമർത്തണം. എന്നാൽ പോലെ നമുക്ക് അപ്പോഴപ്പോഴും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്നും ലൈവ് ഇടുന്നതാണ്. അപ്പൊ നമ്മളെ ലൈവിലൊക്കെ എല്ലാവരും വരണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് അസ്രോ എന്റർടൈൻസിന്റെ വിജയം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളെ റൂമിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോസ് ആയിട്ട് നമ്മുടെ റൂമിൽ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്താണ് നമുക്കറിയാം. ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്ക് കാണണ്ടായോ? അപ്പൊ ഇന്ന് കിച്ചണില് എനിക്ക് കിച്ചണിൽ നിന്ന് റെസ്റ്റ് ആണ്. ഇന്നല്ലെങ്കിൽ ഞാനാണ് എന്നും കിച്ചണിൽ കയറുന്നത്. അവര് രണ്ടുപേരും അസമയം വയറൊന്നും ഒതുക്കി പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാൻ എന്റെ ജിമ്മ് ബോഡിയൊക്കെ. എന്താണ് നിങ്ങളെ പരിപാടി ഇന്നത്തെ? പരിപാടി എന്താന്ന് വെച്ചാൽ നല്ല ചെമ്പല്ലി. ചെമ്പല്ലി നല്ല ഗ്രില്ലടിക്കാൻ പോവാണ്. ഓക്കെ, ചെമ്പല്ലി ഇന്ന് ഗ്രില്ലടിക്കാൻ പോവാണ്. അപ്പൊ എന്താണ് ഈ ചെമ്പല്ലിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചേർക്കുന്നത്? ഇന്നത്തെ ചേരുവകൾ എന്താണ്? നമ്മളൊന്നും ആലോചിച്ചിട്ടില്ല, നമ്മൾ പറഞ്ഞത് പിന്നെ പറയാനാണ്. അപ്പൊ ഇന്ന് എനിക്ക് കിച്ചണിലേക്ക് ഇന്ന് റെസ്റ്റ് ആണല്ലേ? ഇന്ന് ഞാൻ കിച്ചണിൽ കയറണം. റെസ്റ്റ് പിന്നെ വേണ്ട നല്ല അടിപൊളി കൊഞ്ചെന്ന് പറയുമ്പോ ചെമ്മീൻ. ചെമ്മീൻ. പിന്നെ നല്ല ചൂര ടൂണ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഇത്രയുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് ഫസ്റ്റ് ചെയ്യുന്നത് ചെമ്പല്ലി. ഇതെന്താണ് നമ്മൾ പീസ് ആക്കോടെ അല്ലേ? വേറൊരു സ്പൈസ് ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. വേറെ സ്പൈസ്. അപ്പൊ ഇത് രണ്ട് ഫ്ലേവറിൽ ചെയ്യുവാണല്ലേ? അവന്റെ ഫ്ലേവർ, എന്റെ ഫ്ലേവർ. അപ്പം നമുക്ക് ഗൈസ് ഇത് കണ്ടോ, ഈ ഫിഷ് കട്ട് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ചെമ്പല്ലിയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ചെമ്പല്ലി അല്ല, വൈറ്റ് ചെമ്പല്ലിയാണ് അല്ലേ? വൈറ്റ്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഗൈസ്. കിച്ചണിൽ എനിക്ക് റെസ്റ്റ് ആണ് ഗൈസ്. ഇന്ന് ഞാൻ റെസ്റ്റ് ആണ്, അതുകൊണ്ട് ഇന്ന് അവരാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്നും ഈ സമയത്തൊക്കെ ഞാനാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തേക്ക് എനിക്ക് റെസ്റ്റ് കിട്ടി. അപ്പം നമ്മൾ എന്താ പറയാ, അടിപൊളി ചെമ്പല്ലിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇതിന്റെ മസാല ചേർക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മളതായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്റെ രീതിയല്ല, അവരുടെ രീതിയിൽ. ഈ ഫിഷൊന്നും ഞാൻ അങ്ങനെ കഴിക്കുന്നതല്ല. എന്നാലും പക്ഷെ ഞാൻ കഴിക്കാത്ത സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ഭാഗത്തോട്ട് എന്തായാലും എന്റെ ഈ ഭാഗത്തോട്ട് അവർ വരണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അവരാണെന്ന് ചെയ്യുന്നത്. നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. എല്ലാരും അവിടെ ഫിഷ് കട്ട് ചെയ്യുന്ന ഓരോരോ ജോലികൾ ചെയ്യുന്നു. താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ നാട്ടില് പെങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു. പെങ്ങള് വീട്ടിൽ നിന്ന് ജോലിക്ക്. ഓ, എന്ത് കുലീനത, എന്ത് വിനയം, എന്ത് നിഷ്കളങ്കത. അൻസറിന് പണ്ട് മീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? നാട്ടിൽ മീൻ കച്ചവടത്തിന് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മീൻ കട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ഉടുപ്പിടൂല. അതെന്താണ്? അതിന്റെ പ്രകൃതി തന്നെ ആ ഒരു ഇതാണ്. ഉടുപ്പ് കഴിയാൻ വയ്യ, അതുകൊണ്ട്. അതാണ് എന്താണ് ഉടുപ്പ് കഴിയാൻ വയ്യ. അപ്പോഴും നമ്മളെ ഏകദേശമൊക്കെ മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം അതിന്റെ ഇടയില് നീ എന്താ ചെമ്മീൻ കട്ട് ചെയ്യുന്നോ? അല്ല, നിനക്കുള്ള പീസ് വേറെ കട്ടാക്കി അല്ലേ? രണ്ട് ഇതായിട്ടല്ലേ വെക്കുന്നത്. നിന്റെ മസാലകളൊന്ന് പറഞ്ഞുതരാമോ? എന്തൊക്കെ മസാലകളാണ്? കുറച്ച് മീനിന്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത് മാത്രമേ ഉള്ളൂ. ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ട് അങ്ങനെ ഫിഷ് ഫ്രൈ ആക്കാൻ പറ്റുമോ? ഉപ്പും കുരുമുളകും മാത്രം. അവന്റെ അൻസർ പറഞ്ഞു അവൻ കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും മാത്രമേ ചേർക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ മസാല, അതായത് നിങ്ങളിപ്പം രണ്ട് ഇതായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നീ എന്തൊക്കെ മസാലകളാണ് ഇതിൽ ചേർക്കുന്നത്? ഞാൻ ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നല്ല നാരങ്ങ ഒഴിച്ച് അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ട്, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട്, കുറച്ച് ഉപ്പ് ഇട്ട്, അപ്പൊ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് വീഡിയോയിലായിട്ട് കാണാം അല്ലേ? പെരുംജീരകമൊക്കെ ഇട്ട് നല്ലൊരു മസാല ഇപ്പൊ പിടിക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾ മീൻ കട്ട് ചെയ്തിട്ട് വരും. ഓക്കെ, അല്ല ഗൈസ്, എന്തായി? കട്ട് ചെയ്ത് കഴിഞ്ഞോ? കട്ട് ചെയ്ത് കഴിഞ്ഞു. അവനുള്ള മാറ്റി, എനിക്കുള്ള മാറ്റി. ഇത് 2 ട്രിപ്പായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അതായത് അപ്പം ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് അല്ലേ? ഇത് നിനക്കുള്ളത്. ഇതെന്തിനാണ് ഈ വര ഇടുന്നത്? ഇതിന്റെ ഇതെന്താണ്? മസാല ഉള്ളിലോട്ടൊന്ന് പിടിക്കുന്നത്. വെയിറ്റ് ചെയ്തിട്ട് പരിപാടി. അല്ല, ഞാൻ അങ്ങനെ ചെയ്യുമോ? അപ്പൊ അത് അടന്നു പോകട്ടെ. ഈ സമയം ഓരോ കഥ ഇങ്ങനെ എടുത്ത് കഴിക്കണം, അലുവ കഷ്ണം പോലെ. ഓ, അങ്ങനെ അല്ലേ? അപ്പൊ അൻസറിന്റെ മസാല പുരട്ടാതായോ? നമ്മള് മസാല പുരട്ടുന്ന കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പൊ അതിന്റെ അകത്തേക്ക് എന്താ പറയാ, നമ്മള് ആ മീനിലേക്ക് നീ മസാല നാരങ്ങ ഇതാക്കി കൊടുത്തേ. അപ്പൊ ആ നാരങ്ങയുടെ കുരു എടുത്ത് കളയൂലേ? എന്താണ് കുരുമുളക് നാട്ടിൽ കൊണ്ടുവന്നല്ല, ഇവിടെ നിന്ന് മേടിച്ചതാണ്. ഇപ്പൊ ഇടുന്ന കണ്ടില്ല. കുരുമുളക് അതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു അല്ലേ?
ഇതിലിടുന്നത്. അല്ല മസാല എന്തെങ്കിലും ആക്കിയിട്ട് അതിന്റെ ഇടുന്ന എല്ലാവരും ബെറ്റർ. താങ്കളുടെ പരിപാടി എന്തായി? ഉപ്പില്ലെന്ന് പറഞ്ഞാൽ ഉപ്പ് ഈ പാത്രമല്ല, ഉപ്പിന്റെ വേറെ പാത്രം എടുക്ക്. ഇതല്ല ഉപ്പ്, ഇതാണ് ഉപ്പ്. ഉപ്പ് കിട്ടി. ഒരു വെറൈറ്റി രീതിയിലാണ് അവൻ ഉണ്ടാക്കുന്നത് പറഞ്ഞത്. നസറാക്ക് അതുകൊണ്ടൊന്ന് കിച്ചന്റെ ഭാഗത്തോട്ട് വരണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. ആര് ഇന്ന് എനിക്ക് റെസ്റ്റ്, ഇന്ന് എനിക്ക് റെസ്റ്റ്, എനിക്ക് ക്ലീനിങ് പറഞ്ഞു ചെയ്യ്. മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. മസാല ആ മീനിന്റെ മാംസത്തിലോട്ട് തേച്ച് പിടിപ്പിക്കുക. അതാണ് ഇനി ചെയ്യുന്ന പരിപാടി അല്ലേ? കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കൂല? ചേർക്കുവോ? ഓപ്പോസിറ്റ് സൈഡില്. അല്ല നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല. ഇല്ല, അങ്ങനെ ഇടത്തില്ല. നോക്കിയോ, എന്റെ മസാല കൊട്ട് കഴിഞ്ഞേ. വര വീടും അവൻ വര ഇട്ടല്ല, വലിയ വര ഇട്ടല്ല. വലിയ ലാസ്റ്റ് മീൻ എടുക്കുമ്പോ പിന്നി പോകും. പിന്നെ പോണ്ടേ? ആ തന്നല്ലേ ഈ തല എന്തിനു രസമേ? തലക്കറി രസം. തലയും മുള്ളും കൂടെ കറി വയ്ക്കും അല്ലേ? ഞാൻ കട്ടിയതല്ലേ. ആ മീൻ പോടാ, വേണ്ട. പോകൂല, രീതി ഉണ്ടോ മോനെ? ഇതെന്നങ്ങടെ നടക്കുവോ? ഇന്നങ്ങാട് നടക്കുവോ? സമയം എടുക്കും. ഇത് സമയം എടുത്തുള്ള പരിപാടിയാണ്. എന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ? അപ്പൊ നീ ഇതെല്ലാം കഴിഞ്ഞു അല്ലേ? ചെമ്പലെടുത്തോടും ജോലി. ഞാൻ പൊഴിക്കര പാലത്തിന്റെ അവിടെ ഇരുന്നു എപ്പോഴും. പൊഴിക്കര പാലത്തിന്റെ അടിയില്. അത് കുഴപ്പമില്ല, അത് കട്ടാക്കൂല. കോഴിക്കര കാലത്ത് ഇത് 5 സ്റ്റാർ സെറ്റപ്പിലാണ് ഉണ്ടാക്കുവാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് അവൻ ഓവർ മസാലകളൊന്നും യൂസ് ചെയ്യൂലെന്ന് പറഞ്ഞു. കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും മാത്രം ഇട്ട് അവൻ ഫ്രൈ ചെയ്യുവാണ്. എടാ ഓയിൽ ഒഴിക്കോടെ, അതാ പുഴുങ്ങിയെടുക്കോ? ഗൈസ് അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലെന്ന് പറഞ്ഞു. എന്റെ അടുത്തതായി എന്നെ വിളിച്ചേക്കുണ്ട്. മെയിൻ പാചകക്കാരൻ കയറി ഗൈസ്. എനിക്ക് ഓക്കെ ഇത് ഷടപട പടപടാന്ന് സാധനങ്ങൾ ഇവിടെ വളർക്കാം. അപ്പൊ ഇനി ഇന്നത്തെ എന്തൊക്കെയാണ് വേണ്ട? മസാല സെറ്റ് ആക്കിയതാണോ അല്ലെ? പോയി ഒരു പാത്രം എടുത്തിട്ടോ. നിന്റെ വയറെല്ലാം കണ്ടല്ല. അത് കുഴപ്പമില്ല. ഒരു പാത്രം എടുത്തിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് പേസ്റ്റ് ആക്കണം. പച്ചവളം എടുത്തിട്ട് വന്നേ പോയി. പച്ചവളവും മല്ലിയില ഒക്കെ. അപ്പൊ നമുക്ക് എന്താണ് അവര് പറഞ്ഞു, അവരെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടൂല എന്നുള്ള ഇതിലായി. അപ്പൊ ഞാൻ ഇവർക്ക് മസാല ഉണ്ടാക്കി കൊടുക്കുവാണ് ഗൈസ്. അപ്പൊ ഞാൻ മസാല ഉണ്ടാക്കി കൊടുക്കട്ടോ. അപ്പൊ നമുക്ക് അടിപൊളി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് അടിപൊളി പേസ്റ്റ് ആക്കി കൊണ്ടുവരാം അല്ലേ? പച്ചപാത്രമാണോ? എടുത്തോ, എരി വേണ്ട. വേറെ മുളക് പൊടി ചേർക്കുന്നില്ല. ആടിയിരിക്കുന്ന ആ ഒരു പൗഡർ ചേർത്താണ് നല്ല കണക്ക് അരച്ചെടുക്കാം. എനിക്കറിയാം, ഉറപ്പായിട്ടും ചോദിക്കുമെന്നറിയാം. എന്തേ ചേർപ്പാൻ ഇത് ഇത്രയും ഇത് ജ്യൂസിന്റേതല്ലേ, ചെറിയ സാധനമായിട്ട് അരക്കൂടെയും ചോദിക്കും. അത് കംപ്ലൈന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ, മസാലയൊക്കെ എന്താ അതിന്റെ ഇതിൽ ചേർക്കാനുള്ള മസാലയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. മിക്സി നീക്കിട്ടോ. മിക്സി നീക്കിയിട്ട് അതിന്റെ അകത്ത് എല്ലാം തേച്ച് കൈ മുറിഞ്ഞിരിക്കുകയായിരുന്നു, ഇടത്തെ കൈയായിരുന്നു. അപ്പൊ എല്ലാത്തിനും തേച്ച് പിടിപ്പിക്കുന്നു കേട്ടോ. ഉപ്പും കൂടെ ഇല്ലേ കട്ടാക്ക്. അപ്പൊ നമ്മളെ മസാലകൾ നമ്മളെന്താണ് പറയാ അതിന്റെ അകത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. കീരിക്ക് പറ്റാത്തതിന് ചെങ്കീരിയെ വിളിച്ചോണ്ട് വരും പറഞ്ഞ കണക്ക് അവന് പറ്റാത്തോണ്ട് അവ എന്നെ കുളിച്ചു. പറ്റാത്തതല്ല ബ്രോ, മറന്നുപോയി. ഇതാക്കി ഇതാക്കിട്ട് കുരുമുളക് നീ എന്റെ മണ്ടേ തൊട്ടിയാ മതി. ഇതെന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മള് അടുത്ത
മീൻ ഫ്രൈ ചെയ്യുന്ന ആ ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ പോകുന്നത് അല്ലേ? കുഴി കണക്കുണ്ട്. അയ്യോ അടച്ചു അടച്ചേ. മതിയടാ ഈ എണ്ണ എല്ലാം കൂടെ ഇതിനെടുത്ത് ഒഴിക്കുന്ന. ഇപ്പൊ പെരട്ട് വെച്ചല്ലേ ഈ ക്ലീനിങ് ജോലി ആരാണ്? ക്ലീനിങ് അൽ ഫർസാനാണ് ക്ലീനിങ്. ആര് ക്ലീനിങ്? ഫർസാൻ. കാഴ്ചകളാണ് കാണുന്നത്. ഇതെന്താടാ മറ്റേ കുണ്ടി വളർന്നിരിക്കുന്നത്? അതല്ലേ ഞാൻ കൊണ്ട് അടിച്ചു നോക്കാൻ നോക്കി. അപ്പൊ അൻസറിന്റെ, അതായത് അൻസർ നമ്മൾ പറഞ്ഞില്ലേ 2 ട്രിപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത്. രണ്ട് തരം മസാലയാണ്. ഇതെന്താണ് ഈ മുളക്? എന്താണ് ഭംഗിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? അപ്പൊ അതിന്റെ ഇടയിൽ മുളകൊക്കെ കയറി വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ജാപ്പനീസ് സെറ്റപ്പ്. അതുകൂടെ എടുത്തിട്ട് സ്ഥലമുണ്ടോ? ആ നീക്കേ നീ താൻ എന്തൊരു കുക്കറാണോ? ചിട്ടിയൊക്കെ തുടക്കത്തിൽ വേണ്ടി ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും കൂടെ എന്നിട്ട് കയറാൻ ചെയ്തു. തളർന്നിരിക്കുന്നെന്ന് പറയാണ്. ഒന്ന് പ്രസവിച്ച് ഇരട്ടയെന്ന്. ഉപ്പൊക്കെ ഇട്ടാണേ അല്ലേ? അപ്പൊ നമ്മളെ അടുത്ത ഒന്ന് നമ്മളെല്ലാം എന്താ പറയാ അടുപ്പിൽ കയറ്റിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സംഭവമാണ്. ഇത് നമ്മളെ അസ്ലമിന്റെ മസാലയാണ്. നിങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. ഫിഷ് ഇഷ്ടമല്ലേ? ഏത് ഫിഷാണ് ഇഷ്ടം? എന്താണ് ഇത്ര കുലീനത? ഈ മസാല സെറ്റാക്കി ഇപ്പഴാണ് തീരുവോ? നമ്മൾ നല്ല സ്മൂത്തി ആയിട്ട് മസാല ആക്കാണ്. സ്മൂത്തി ആണ്. ഇത് എന്തൊരു പീസ് നോക്കുന്നത്. ഇതിങ്ങനെ വരച്ച തീയാണോ? ഞാൻ ഇഷ്ടം പോലെ ചെമ്പല്ലി പിടിച്ചിട്ടുണ്ട്. നാട്ടു ചെമ്പല്ലി ഉണ്ടോ? പിന്നെ കായലില് പിന്നെ എന്തിനാണ് അള്ളാടെ ചെമ്പല്ലി ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ എത്ര പിടിച്ചിട്ടുണ്ട്. ഞാൻ ചെമ്പല്ലി എന്റെ ഫോണിൽ വീഡിയോ എടുത്ത് നോക്ക്. ജീവിതത്തിൽ ഞാൻ 4 ചെമ്പല്ലി പിടിച്ചിട്ടുണ്ട്. ഉപ്പുണ്ടാ നോക്ക്. ഉപ്പ് നോക്കി നോക്ക്. ഇവിടെ ഉപ്പൊക്കെ ഉണ്ടാ നോക്ക്. ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. എന്തായി? സെറ്റായോ? ടേസ്റ്റ് നോക്കട്ടോ. അലുവ കഷ്ണങ്ങൾ എന്താ മഞ്ഞണക്കായി മഞ്ഞണക്കായി. അപ്പൊ മതിയല്ലേ? അപ്പൊ റെഡിയായോ? റെഡിയായി. അപ്പൊ അടുത്ത ടീമിന്റെ കയറ്റിക്കോ. ഈ ഓയിൽ തന്നെ എടുക്കാം. അപ്പൊ അല്ല നിനക്ക് ഇനി ഒരു മീനും കൂടെ പരിക്കല്ലേ? ആവൂല്ലേ? വേവ് കുറവാണ്. അപ്പൊ നീ എടുത്തോണ്ടോ? നേരത്തോടെ ഇപ്പുറത്ത് വെച്ചോ. ഈ തല എന്തിനാ ഒരു അനാഥായിട്ട് തല എന്നത്തേക്ക്? നീ കറി വെക്കോ? ചെമ്പല്ലിയാ കറി വെക്കൂല. ടിഷ്യൂ തീർന്നു. ആ മുണ്ട നിക്കറൊക്കെ ഇട്ടിട്ടുണ്ടോ? മുണ്ടങ്ങാട് അരിഞ്ഞ മീൻ കട്ടിക്കുന്നതിന്റെ ഇടയിൽ പിന്നെ അരവണയും കൂടെ അല്ലേ? ഡിലീഷ്യസ്. മീനിടാൻ പോകണോ? ഓക്കെ നമുക്ക് നോക്കാം. ഒരെണ്ണം മാത്രം ഇടാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി 2 എണ്ണം കൂടെ ചെയ്യാറുണ്ടല്ലേ? ഇത് തെറ്റല്ലേ? അപ്പൊ ഇനി വേണ്ടാടാ. അങ്ങനെ അൻസറിന്റെ മീൻ എല്ലാം സെറ്റായി അല്ലേ? എല്ലാം റെഡിയായി. എടാ ഈ ഇതിങ്ങനെ ഇരിക്കണ എനിക്ക് പാവം തോന്നണ കിട്ടാല പാവം. രണ്ടോടത്തും ചോദിച്ചോട്ടെ, ഇത് ഫാഷൻ ഷോ ആണോ അതോ മീൻ പൊള്ളിക്കലാണോ? രണ്ടോടെ ചേർന്നാണ്. ആ ഒരു സവാള